ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ളതും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കി തുടങ്ങുന്നതിന് മുമ്പേ ഫസ്റ്റ് നമുക്ക് വേണ്ട ചെറിയൊരു ചട്നി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു പച്ചമുളകിൻ്റെ പകുതിയും കൂടിയാണ്, ഫുള്ളായിട്ട് ഇടണ്ട കേട്ടോ. അതായത് ഇച്ചിരി അധികം എരിവുണ്ടാവും, അതിൻ്റെ പേര് ഒരു പകുതി പച്ചമുളക് നമുക്കിതിലേക്ക് ഇടാം. അതുപോലെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടി വളരെ കുറച്ച് മതിയാവും, അതും കൂടി ചേർക്കുകയാണ്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കപ്പലണ്ടിയും കൂടിയാണ്. അപ്പോൾ ആ നിലക്കടല നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി വേണ്ടതാണ് ഇതുപോലെ ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടി. അപ്പോൾ അതും കൂടി ചേർക്കാം ഇതിലേക്കൊന്ന്. ഇനി നമ്മുടെ ഈ ചട്നിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇത് കാണാൻ കുറച്ച് അധികമായിട്ടുള്ളതുകൊണ്ട് കണ്ടിട്ട് അങ്ങനെ ഒരുപാട് ഉപ്പ് ചേർക്കരുത്. ഇത് അരച്ച് വരുമ്പോഴത്തേക്കും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിന് വല്ല ഒരു അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർക്കാവുന്നതാണ്. വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമുക്ക്. ഇതുപോലെ നമ്മുടെ ഗ്രീൻ ചട്നി നല്ല സൂപ്പറായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ. അതായത് നമ്മുടെ ഈ ചട്നി ഉണ്ടാകേണ്ടത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് തുടങ്ങാം. നമ്മുടെ ഈ ചട്നിയെല്ലാം ഞാനിപ്പോൾ ചെറിയൊരു ബൗളിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ക്യാപ്സിക്കമാണ്. അതായത് അത്യാവശ്യം വലിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി മതിയാവും. ആ ക്യാപ്സിക്കം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാവുന്നതാണ്. അടുത്ത് നമുക്കിനി വേണ്ടത് കുറച്ച് ക്യാരറ്റാണ്. അതായത് ഒരു പകുതി ക്യാരറ്റ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മയോനൈസാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മയോനൈസും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ മയോനൈസ് നല്ല സൂപ്പറായിട്ട് വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് എഗ് മയോനൈസ് ആണെന്നുണ്ടെങ്കിലും എഗ്ലെസ് മയോനൈസും 1 മിനിറ്റ് കൂടി വേണ്ട നമുക്ക് തയ്യാറാക്കാനായിട്ട്. അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ പിണ്ട് കമൻ്റായിട്ട് കൊടുത്തിരിക്കാം. ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കിയേക്കണം. വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ശരിയാകാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ ടൊമാറ്റോ സോസ് തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് തയ്യാറാക്കി നോക്കിയിട്ട് വളരെ നല്ലൊരു അഭിപ്രായം പറഞ്ഞ റെസിപ്പിയാണ്. ഞാൻ പിണ്ട് കമൻ്റായിട്ട് അത് കൊടുത്തിരിക്കാം. ഇതുവരെയും വീട്ടിൽ ടൊമാറ്റോ സോസ് തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. ഇത് 3ഉം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഫില്ലിംഗ് എല്ലാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് 2ാമത്തെ ഫില്ലിങ്ങാണ്. 2ാമത്തെ ഫില്ലിങ്ങും നല്ല സൂപ്പറായിട്ട് നമ്മളിത് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. ഞാനിപ്പോൾ ഒരു 2 മുട്ട നന്നായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ വെള്ള മാത്രം എടുത്തിട്ടുണ്ട്. അത് ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ അളവൊക്കെ നമ്മുടെ അളവിനനുസരിച്ചിട്ട് മുട്ട കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ അളവ് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ നിറയെ മയോനൈസും കൂടിയാണ്. അപ്പോൾ ഇത് 2ഉം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് മുട്ട ചേർക്കാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം ക്യാബേജ് എടുക്കാം. നമുക്ക് ക്യാബേജ് പലർക്കും ഇഷ്ടമില്ലാതെ, അതായത് പച്ചയ്ക്ക് ക്യാബേജിൻ്റെ ആ ഒരു ടേസ്റ്റ് ചിലർക്കെങ്കിലും ഇഷ്ടമില്ലാതെ ഉണ്ടാവും. അതിൻ്റെ പേരിൽ നമുക്ക് മുട്ടയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ക്യാബേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വഴറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചേർക്കാവുന്നതാണ്. എങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നം വരില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ 3 ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഒരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വശങ്ങളൊന്നും ആവശ്യമില്ല. ആ വശങ്ങളൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്. ഇനി നമുക്ക് നമ്മുടെ ഈ ഓരോ ബ്രെഡിലേക്കും ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. ഗ്രീൻ ചട്നി എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് വേണ്ട, കാരണം നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ ഒരുപാട് ഗ്രീൻ ചട്നിയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എരിവ് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതലൊക്കെ വെക്കാൻ പ്രശ്നമൊന്നുമില്ല.
ഞാൻ ഇതുപോലെ നമ്മുടെ ഒരു ബ്രെഡ് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബ്രെഡ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ ബ്രെഡിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നത് മുട്ടയുടെ ഫില്ലിംഗ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത ലെയറായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ക്യാരറ്റിൻ്റെ ഫില്ലിംഗ് കൂടിയാണ്. അപ്പോൾ അതുകൂടി വെക്കാം. നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ ഫില്ലിങ്ങും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ബ്രെഡ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ല സൂപ്പറായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ ഇതിങ്ങനെ ഫുള്ളോട് കൂടി സെർവ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടും സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.